ഈ കേരളം ഓൺലൈൻ സർവീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആധാറിൻ്റെ ഔദ്യോഗിക ഏജൻസിയായ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നും അതീവ സുരക്ഷിതമായ ഹോളോഗ്രാമും QR കോഡും മുദ്രണം ചെയ്തിട്ടുള്ള പോളിവിനൈൽ ക്ലോറൈഡ് കാർഡ് എന്ന PVC കാർഡ് എങ്ങനെ ഓർഡർ ചെയ്യാമെന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളും ലഭിക്കുന്നതായിരിക്കും. ദീർഘകാലം നിലനിൽക്കുന്നതും സൂക്ഷിക്കാൻ എളുപ്പമുള്ളതുമായ ഈ PVC കാർഡ് ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന അപവാദത്തിന് ഒരളവ് വരെ പരിഹാരം കണ്ടെത്താനും ശ്രമിച്ചിട്ടുണ്ട്. മൈക്രോ ടെക്സ്റ്റുകളാൽ സമ്പന്നമായ ഈ ആധാർ കാർഡ് ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചും ഓർഡർ ചെയ്യാമെങ്കിലും ഓർഡർ ചെയ്ത് 8-10 ദിവസത്തിനുള്ളിൽ കാർഡിലെ അഡ്രസ്സിലേക്ക് മാത്രമേ സ്പീഡ് പോസ്റ്റായി വരികയുള്ളൂ. ആധാർ നമ്പർ കൈവശമില്ലാത്തവർക്ക് അപേക്ഷിക്കുമ്പോഴുള്ള നമ്പറായ EIDയോ വെർച്വൽ IDയോ ഉപയോഗിച്ച് ഓർഡർ ചെയ്യാവുന്ന ഈ PVC കാർഡിന് ആകെ ചിലവാകുന്ന തുക 50 രൂപ മാത്രമാണ്. ഓർഡർ ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് ഗൂഗിളിൽ ആധാർ എന്നോ UIDAI എന്നോ ടൈപ്പ് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ പേര് UIDAI.gov.in എന്നാണ്. തുടർന്ന് വരുന്ന പേജിൽ ഗെറ്റ് ആധാർ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മൊബൈൽ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ തുടർന്ന് വരുന്ന പേജിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ഓർഡർ ആധാർ PVC കാർഡ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് ചെക്ക് ആധാർ PVC കാർഡ് സ്റ്റാറ്റസ് എന്ന ലിങ്ക് ഉണ്ട്. അത് ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള ലിങ്കാണ്. അതിനുശേഷം ആധാർ നമ്പറോ EIDയോ വെർച്വൽ IDയോ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം അതിന് താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നതും നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും തൊട്ട് താഴെയുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടുന്നതും നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നതും സെൻഡ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടുന്നതുമാണ്. TOTP എന്നാൽ ആധാറുമായിട്ട് ബന്ധപ്പെട്ട 30 സെക്കൻഡ് ബേസ്ഡ് ആയിട്ടുള്ള OTP ആണ്. നമ്മളിവിടെ സെൻഡ് OTP എന്നുള്ള ലിങ്കിൽ OTP വരുന്നതും അത് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ വേരിഫിക്കേഷനുള്ള പേജാണ് വരുന്നത്. നമ്മുടെ ആധാറിലെ വിവരങ്ങളെല്ലാം ഇവിടെ കാണിക്കുകയും വേരിഫിക്കേഷൻ ചെയ്യുകയാണ് വേണ്ടുന്നത്. പക്ഷേ ഇവിടെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കാത്തത് കൊണ്ട് ആ ഒരു സൗകര്യം ലഭിക്കുകയില്ല. പകരം നമ്മൾ മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ പേജ് ഓപ്പൺ ആവുകയും അതിൽ കാർഡ് പേയ്മെൻറ്റ്, അതേപോലെ നെറ്റ് ബാങ്കിങ്, UPI അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ 50 രൂപ പേയ്മെൻറ്റ് എന്നുള്ളത് കാണിക്കുകയും ചെയ്യും. അതിൽ ഞാനിവിടെ കാർഡ് പേയ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതിനുശേഷം കാർഡിലുള്ള വിവരങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ എക്സ്പയറി ഡേറ്റും കൊടുത്തതിന് ശേഷം കാർഡിലുള്ള ആളിൻ്റെ പേരും ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും സൗകര്യപ്രദമായ ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡാണ് ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരികയും ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഏത് ATM കാർഡ് വെച്ച് വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് ഒരു 28 അക്ക SRN നമ്പർ കിട്ടുകയും സർവീസ് റിക്വസ്റ്റ് നമ്പർ കിട്ടുകയും അതിൻ്റെ സ്റ്റാറ്റസിൽ റിക്വസ്റ്റ് റിസീവ്ഡ് എന്നുള്ളതും റിക്വസ്റ്റ് ഫോർ PVC കാർഡ് ഹാസ് ബീൻ റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു പേജ് പ്രത്യക്ഷപ്പെടുകയും തൊട്ട് താഴെ അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ്. അതിന് തൊട്ടടുത്തായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് 8-10 ദിവസത്തിനുള്ളിൽ കാർഡിലെ അഡ്രസ്സിലേക്ക് സ്പീഡ് പോസ്റ്റിൽ PVC കാർഡ് ലഭിക്കുന്നതായിരിക്കും. ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.